അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. എക്സ് ആക്സിസിന്റെ മുകളിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. 2 പോയിന്റുകൾ എക്സ് ആക്സിസിന്റെ മുകളിലായുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. വൈ ആക്സിസിന്റെ മുകളിലായുള്ളത് കണ്ടുപിടിച്ചു. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയുള്ള ലൈനുകളുടെ മുകളിൽ വരുന്ന പോയിന്റുകളുടെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ മൂന്നാമത്തെ അടുത്ത കേസിലേക്ക് അഞ്ചാമത്തെ കേസിലേക്ക് കയറുന്നു. അഞ്ചാമത്തെ കേസിൽ ഒരു ലൈനിനെ നമ്മൾ എപ്പോഴും എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയി തന്നെ വന്നോളെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ലാത്ത ഒരു ലൈനിനെ നമ്മൾ പരിഗണിച്ചാൽ അതിലത്തെ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അഥവാ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കൂ, ഞാനിവിടെ ബോർഡിൽ എക്സ് ആക്സിസും വരച്ചിട്ടുണ്ട്, വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ടീച്ചർ ഇതിന്റെ ജനറൽ ഫോം വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇത് എക്സാമ്പിളുകൾ വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ചെയ്യാനെന്ന നമ്മുടെ വീഡിയോയുടെ സമയം കൂടുന്നത് കൊണ്ട് ടീച്ചർ ആ ജനറൽ ഫോർമുല എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റത് മനസ്സിലാകും. അപ്പൊ നോക്കൂ, എ ബി ഈസ് എ ലൈൻ നോട്ട് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അങ്ങനെയുള്ള ഒരു ലൈന് പരിഗണിച്ചു. ആ ലൈനിന്റെ മുകളിലുള്ള 2 പോയിന്റുകളാണ് ജനറൽ ആയിട്ട് എടുത്തു. ആദ്യത്തെ പോയിന്റിന് എക്സ് കോർഡിനേറ്റും ഉണ്ടായിരിക്കും, വൈ കോർഡിനേറ്റും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിന്റിനും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടിനെയും തിരിച്ചറിയാൻ എളുപ്പത്തിന് ആദ്യത്തതിന്റെ എക്സ് കോർഡിനേറ്റിനെ x1 എന്നും രണ്ടാമത്തതിന്റെ എക്സ് കോർഡിനേറ്റിനെ x2 എന്നും കൊടുത്തു. ആദ്യത്തതിന്റെ വൈ കോർഡിനേറ്റിനെ y1 എന്നും രണ്ടാമത്തതിന്റെ വൈ കോർഡിനേറ്റിനെ y2 എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എ ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾക്കറിയാം, നമുക്ക് എക്സ് ആക്സിസിന് പാരലൽ ആയുള്ള ഗുണം നമുക്കറിയാം, എക്സ് ആക്സിസിന്റെ മുകളിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, വൈ ആക്സിസിന് പാരലൽ ആയതൊക്കെ നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് എ ബി ആണ്. അതുകൊണ്ട് ഈ എയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ ബിയിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. നമുക്ക് അറിയുന്നതിലേക്ക് കൊണ്ടുവരാനാണ്. അതേപോലെ എയിൽ നിന്ന് വൈ ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ബിയിൽ നിന്നും വൈ ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെ വരുമ്പോൾ ഇതിവിടെ വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നത് നമുക്കറിയാം x1, 0 കാരണം ഇതിന്റെ എക്സ് കോർഡിനേറ്റ് x1 ആണ്. ഈ ലൈന് വൈ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കും. അപ്പൊ x1, 0. ഇതിന്റെ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത് x2 ആണ്, എക്സ് കോർഡിനേറ്റ്. അപ്പൊ x2, 0 എന്ന് കിട്ടും. അതേപോലെ ഈ ലൈൻ ഇവിടെ വന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ പോയിന്റ് ഓൺ വൈ ആക്സിസ്, ദർഫോർ എക്സ് കോർഡിനേറ്റ് വിൽ ബി 0. ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 ആയിരിക്കും. അതുപോലെ ബിയിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ലൈന് വൈ ആക്സിസിനെ വന്ന് മുട്ടുമ്പോൾ അവിടെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് 0, y2 ആയിരിക്കും. ആണല്ലോ. അപ്പൊ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചു. ഈ തന്നതിനെ നമ്മൾ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട അകലം എന്ന് പറയുന്നത് എ ബി ആണല്ലോ. എ ബി എന്ന് പറയുന്നത് നോക്കൂ, ഈ 2 പെർപെൻഡിക്കുലേഴ്സും തമ്മിൽ മീറ്റ് ചെയ്യണ പോയിന്റ് സി ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 90°. അങ്ങനെ നോക്കുമ്പോൾ ട്രയാങ്കിൾ ACB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഈ എ ബി എന്ന് പറഞ്ഞ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ AC-യുടെ നീളവും BC-യുടെ നീളവും നമുക്ക് കിട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ. 2 നീളങ്ങൾ അറിഞ്ഞാൽ മൂന്നാമത്തെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കൂ, AC എന്ന് പറഞ്ഞ നീളം ഇവിടെയുള്ള ഇതിന് ഞാൻ MN എന്ന് പറഞ്ഞ പേര് കൊടുത്താൽ, ഈ MN എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന് ഈക്വൽ ആണല്ലോ AC. നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്താണ് MN? MN is equal to absolute value of x1 minus x2. കാരണം ഇതിന്റെ എക്സ് കോർഡിനേറ്റ് x1 ഉം ഇതിന്റെ എക്സ് കോർഡിനേറ്റ് x2 ആണ്. ഇവ എക്സ് ആക്സിസിലുള്ള പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ നീളം എന്ന് പറയുന്നത് absolute value of x1 minus x2 ആയിരിക്കും. അപ്പൊ AC-യുടെ ലെങ്ത് കിട്ടി. അതേപോലെ BC-യുടെ ലെങ്ത് കിട്ടുമ്പോൾ BC is a line parallel to y axis.
അപ്പോൾ ഈ നീളം ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണോ അത് തന്നെയായിരിക്കും അത് കിട്ടുന്നത് absolute value of y1 minus y2. അപ്പോൾ ഈ y1ൽ നിന്ന് y2 കുറച്ച് അതിന്റെ absolute value കണ്ടാൽ അതായിരിക്കും ഈ BCയുടെ നീളം. absolute value of y1 minus y2 or mod y1 minus y2. അപ്പോൾ നമുക്ക് ABയുടെ നീളം നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചാലോ. AB equal to root of നമുക്കറിയാം AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. എന്താണ് AC? റൂട്ട് ഓഫ് absolute value of x1 minus x2 the whole square plus absolute value of y1 minus y2 square. ഈ റൂട്ടിനെ വാലൊക്കെ നീട്ടിയിടുക. ഇനി ഒന്ന് ചിന്തിക്കൂ. നമുക്കറിയാം -7ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 ആണ്. 7ന്റെ സ്ക്വയറും എന്താണ് 49 ആണ്. അപ്പോൾ ഒരു നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ അത് എപ്പോഴും എന്തേ ആവുള്ളൂ പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ വരുള്ളൂ. അപ്പൊ ചിന്തിക്കൂ എന്താണ് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അർത്ഥം. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ സൈന് കൺസിഡർ ചെയ്യണ്ട. ഇനി ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഡിഫറൻസ് നമുക്ക് -7 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ എന്താ കിട്ടുക 7ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പൊ 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടും. ഇനി ആലോചിച്ച് നോക്കൂ, ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കാതെ വെറുതെ x1 മൈനസ് x2 എന്ന് ചെയ്തപ്പോൾ -7 കിട്ടി. അതിന്റെ സ്ക്വയർ കണ്ടാലും 49 എന്ന് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ ഈ ഫോർമുലയിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂവിനെ നെഗ്ലക്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലും അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അത് പോസിറ്റീവ് വിലയായിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. കാരണം ഇതിന്റെ രണ്ടിനെയും സ്ക്വയർ ചെയ്യുമ്പോൾ അവിടെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതിന് തുല്യമായിട്ട് മാറും. ക്ലിയർ ആയല്ലോ. അപ്പൊ എങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം കാണുന്നത് നോക്കി നോക്കൂ. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് x1, y1 ഉം ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് x2, y2 ഉമായാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് x കോർഡിനേറ്റുകൾ സെയിം അല്ല, y കോർഡിനേറ്റുകൾ സെയിം അല്ല, x കോർഡിനേറ്റുകൾ 0 അല്ല, y കോർഡിനേറ്റുകളും 0 അല്ല. അപ്പൊ ഈ രണ്ടും അല്ലാത്ത ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷനുകളൊന്നും അനുസരിക്കാത്ത ഏതെങ്കിലും രണ്ട് പോയിന്റുകളുടെ ഡിഫറൻസ് കാണുമ്പോൾ അത് കണ്ടുപിടിക്കുന്നതിൽ നോക്കൂ, x കോർഡിനേറ്റുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയറിനോട് y കോർഡിനേറ്റുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയർ ആഡ് ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ മതി. ഇവിടെ കുട്ടികളെ തെറ്റിക്കും. പരീക്ഷയ്ക്ക് എത്ര അറിയുന്ന കുട്ടികളും ഈ ഫോർമുല കൊണ്ടുപോയിട്ട് റൂട്ട് ഓഫ് x1, അപ്പൊ കുട്ടിയുടെ ധാരണ x1 കഴിഞ്ഞാൽ y1 ആണ്. അപ്പോൾ കുട്ടി ഇവിടെ എന്ത് എഴുതി വെക്കും? x1 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി വെക്കും. തെറ്റാണ്. അപ്പൊ ഇത് പഠിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് x1, y1 and x2, y2 is square root of difference of square of the x coordinates plus square of the difference of y coordinates എന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് x1 minus x2 the whole square plus y1 minus y2 the whole square എന്ന് ഓർത്ത് കിട്ടും. അതുപോലെ ഈ സ്ക്വയർ റൂട്ട് അങ്ങേ അറ്റം വരെ ഇടണം. ഇതിന് രണ്ടിനും സ്ക്വയർ റൂട്ട് ബാധകമാണ്. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുല. ഇതൊന്നും പരീക്ഷയ്ക്ക് ഡെറിവേഷൻ ഒന്നും ചോദിക്കില്ല. എങ്ങനെയാണ് ഈ ഫോർമുലയിലേക്ക് എത്തിയതെന്നാണ് ടീച്ചർ ഇത് പറഞ്ഞു തന്നത്. ഇനി ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ഒരു കേസ് 1 ആയിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഇവിടെ നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു എ. എയുടെ കോർഡിനേറ്റ് എക്സ്, വൈ ആണ്. ഈ എയിലേക്ക് ഒറിജിനിൽ നിന്നുള്ള അകലം എന്താണ് ഒറിജിനൽ കോർഡിനേറ്റ്? 0, 0 ആണ്. നമുക്കിത് ഓർത്ത് വെക്കണം കേട്ടോ. കാരണം നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഒറ്റ സ്റ്റെപ്പിലേക്ക് ആൻസർ എഴുതാൻ നമ്മളെ സഹായിക്കുന്നതാണ്.
സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് OA. Oയിൽ നിന്ന് എയിലേക്കുള്ള അകലം എന്താണ്? അപ്പോൾ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇതിന് ഞാൻ x1, y1 എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ x2, y2 എന്നെടുത്താൽ എന്താണ് OAയുടെ നീളം വരിക? OA ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ. ഏതാണ് x1? 0 മൈനസ് x2 ഏതാണ്? x ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. y1 ഏതാണ്? y1ഉം 0 ആണ്. y2യുടെ സ്ഥാനത്ത് y ആണ്. ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് എക്സിന്റെ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ ഡിഫറൻസുകൾ മാറി ഒന്നിൻ്റെ മാത്രം സ്ക്വയർ ആയിട്ട് വരുന്നു. കാരണം ഒരു പോയിന്റ് എന്തായിട്ട് മാറി? ഒറിജിൻ ആയിട്ട് മാറി. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് പോയിന്റ് x, y ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ടീച്ചർ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിപ്പിച്ചു തന്നത്? ഡിസ്റ്റൻസ് ആണ് പഠിപ്പിച്ചു തന്നത്. ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക എന്നാണ് പഠിപ്പിച്ചത്. എക്സ് ആക്സിസും വൈ ആക്സിസും വളരെ എളുപ്പമാണ്. അതിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ മുകളിലതും വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ടാണ് ടീച്ചർ നോൺ പാരലൽ ലൈൻസിൽ മുകളിലുള്ള 2 പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കാണാൻ പഠിപ്പിച്ചു തന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ഫോർമുല നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് ഇതിൻ്റെ ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു ആ രീതിയിൽ തന്നെ നിങ്ങളത് പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കടന്നു. ഇതുമായി ബന്ധപ്പെട്ട ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ നമുക്ക് തരാം. കാരണം എല്ലാം കൂടി ഒന്നിച്ച് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലവുമായി ടീച്ചർ വരാം. ഓക്കെ, ബൈ.